ആവേശമായി രാഹുൽ. ഇടതുപക്ഷത്തെ പുകഴ്ത്തിയും ആചാരം സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചും രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം. നരേന്ദ്രമോദി സർക്കാർ ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഇന്ന് നടത്തിയ മാരത്തൺ പര്യടനത്തിനിടെ ഒരിടത്തും രാഹുൽ CPM-നെ വിമർശിച്ചില്ല. ശബരിമലയുടെ പേരെടുത്ത് പറയാതെയാണ് ആചാരം സംരക്ഷിക്കാൻ കോൺഗ്രസ് നിലകൊള്ളും എന്ന് രാഹുൽ പ്രഖ്യാപിച്ചത്. CPM-നെ വിമർശിക്കില്ലെന്ന് വയനാട്ടിൽ പറഞ്ഞത് പാലിച്ചും ആചാര സംരക്ഷണത്തിനായി നിലകൊള്ളുമെന്ന് പ്രഖ്യാപിച്ചുമായിരുന്നു രാഹുലിന്റെ പ്രചാരണം. ശബരിമല ഉൾപ്പെടുന്ന പത്തനംതിട്ടയിലെ യോഗത്തിലാണ് രാഹുൽ ഗാന്ധി ആചാര സംരക്ഷണത്തിൽ നിലപാട് പ്രഖ്യാപിച്ചത്. ആരുടെയും വിശ്വാസത്തെ മുറിവേൽപ്പിക്കരുത് എന്നാണ് കോൺഗ്രസ് നിലപാട്. You defend your ideas, but you respect other people's ideas. And the Congress Party believes in allowing all people to express their faith, express their belief, express their sentiments. പതിവ് പോലെ BJP-യെ കടന്നാക്രമിച്ച കോൺഗ്രസ് അധ്യക്ഷൻ ഒരു യോഗത്തിൽ പോലും CPM-നെ വിമർശിച്ചില്ല. രാവിലെ പത്തനാപുരത്തെ യോഗത്തിൽ CPM-ന് കൂടി നന്ദി പറഞ്ഞായിരുന്നു തുടക്കം. Thank every single Keralite, regardless of whether he is in the Congress, CPM or any other party. I want to thank every single Keralite for giving me the honor, allowing me the honor to represent your voice. പത്തനാപുരത്തെയും പത്തനംതിട്ടയിലെയും യോഗങ്ങൾക്ക് ശേഷം ആലപ്പുഴയിലെത്തിയതോടെ ഒരു പടി കൂടി കടന്നു. BJP ഭരണഘടനാ സ്ഥാപനങ്ങൾ തകർക്കാൻ ശ്രമിക്കുമ്പോൾ ഇടതുപക്ഷം അതൊരിക്കലും ചെയ്യില്ലെന്നായിരുന്നു പ്രശംസ. Main fight in this country today is to stop the BJP and the RSS. But the left has never done what the RSS is doing. The left has never questioned the institutions of this country. The left has never questioned the constitution of this country. യോഗങ്ങളിലെല്ലാം കോൺഗ്രസിന്റെ ന്യായ് പദ്ധതി വിശദീകരിച്ചായിരുന്നു പ്രസംഗം. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 ആലപ്പുഴ. രാഹുൽ ഗാന്ധിക്ക് മറുപടിയുമായി മുഖ്യമന്ത്രി. കേരളത്തിന്റെ മഹിമ കണ്ട് ഇങ്ങോട്ട് വന്നത് ആരെ നേരിടാനാണെന്ന് മുഖ്യമന്ത്രി ചോദിച്ചു. ഇവിടെ ആരെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്? ഇടതുപക്ഷത്തിന്റെ ശക്തി വയനാട്ടിൽ കാണാം. രാഹുൽ വന്നതുകൊണ്ട് ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും പിണറായി പാലക്കാട്ട് പറഞ്ഞു. കേരളത്തിന്റെ ഒരു മഹിമ കണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. മലയാളി എന്ന് പറഞ്ഞാൽ രാജ്യമാകെ അംഗീകരിക്കേണ്ട ഒരു കൂട്ടമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നതാണ്. തരക്കേടില്ലത്. ആരെ നേരിടാനാ? ഇടതുപക്ഷത്തെയാണ് തകർക്കേണ്ടത് എന്ന സന്ദേശമാണോ ഇപ്പൊ നൽകേണ്ടത്? നിങ്ങൾ വന്നതുകൊണ്ട് ഇവിടെ ഇടതുപക്ഷത്തെ ഒന്നും തകർക്കാൻ കഴിയില്ല. അത് വേറെ കാര്യം. നിങ്ങൾ 20-ൽ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ്. വയനാട്ടിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്ത് എന്ത് എന്ന്. KM മാണിയുടെ ഉപദേശങ്ങൾ എപ്പോഴും തനിക്ക് പ്രചോദനമായിരുന്നുവെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി. പാലായിലെ മാണിയുടെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ രാഹുൽ ഗാന്ധി ആശ്വസിപ്പിച്ചു. ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് രാഹുൽ ഗാന്ധി എത്തിയത്. പത്തനംതിട്ടയിലെ തെരഞ്ഞെടുപ്പ് പരിപാടി പൂർത്തിയാക്കിയ ശേഷമാണ് രാഹുൽ ഗാന്ധി പാലയിലെ കരിങ്ങോഴക്കൽ വീട്ടിലെത്തിയത്. മകൻ ജോസ് കെ മാണി രാഹുലിനെ സ്വീകരിച്ചു. തുടർന്ന് 10 മിനിറ്റോളം കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച. പുറത്തിറങ്ങിയ രാഹുൽ മാണിയെക്കുറിച്ചുള്ള ഓർമ്മകൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ പങ്കുവച്ചു. He was a towering leader, a voice of the people of Kerala. As a senior leader with tremendous experience, as somebody I would listen to and appreciate. AICC സെക്രട്ടറി മുകുൾ വാസ്നിക്, പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും രാഹുലിനൊപ്പം എത്തിയിരുന്നു. ന്യൂസ് 18 കോട്ടയം. പ്രസംഗ പരിഭാഷാ ദുരന്തത്തിൽ കുടുങ്ങി PJ കുര്യനും. പത്തനംതിട്ടയിലെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം മൊഴിമാറ്റിയപ്പോൾ പലപ്പോഴും കുര്യന് നാവ് പിഴച്ചു. ബഹളം മൂലം പ്രസംഗം ശ്രദ്ധിക്കാൻ കഴിയാത്തതാണ് തിരിച്ചടിയായതെന്ന് PJ കുര്യൻ വിശദീകരിക്കുന്നു. പാർട്ടി പറയുന്നത് കുര്യനും കുര്യൻ പറയുന്നത് പാർട്ടിയും കേൾക്കുന്നില്ല എന്നായിരുന്നു രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നപ്പോഴുള്ള പരാതി. അത് അക്ഷരാർത്ഥത്തിൽ നേരിട്ട് കാണുകയായിരുന്നു പത്തനംതിട്ടക്കാർ. രാഹുലിന്റെ പ്രസംഗം പരിഭാഷപ്പെടുത്താൻ വേദിയിൽ കയറിയ കുര്യന് തുടക്കം മുതൽ പിഴച്ചു. പരിഭാഷ പിഴച്ചതോടെ പരിഭ്രമം കൂടി. പലപ്പോഴും രാഹുൽ ഗാന്ധിയുടെ വാക്കുകളിൽ നിന്ന് PJ കുര്യൻ വഴിമാറുകയും ചെയ്തു.
പ്രസംഗം കേൾക്കാൻ കഴിയാഞ്ഞതാണ് തെറ്റുകൾക്ക് കാരണമെന്നാണ് കുര്യൻ നൽകുന്ന വിശദീകരണം. വാക്കുകൾ അവ്യക്തമായപ്പോൾ പ്രവർത്തകർ കൂവി വിളിച്ചു. പരിഭാഷയ്ക്ക് മറ്റൊരാളെയാണ് മണ്ഡലം കമ്മിറ്റി തീരുമാനിച്ചിരുന്നതെങ്കിലും PJ കുര്യൻ ദൗത്യം സ്വയം ഏറ്റെടുക്കുകയായിരുന്നുവെന്നാണ് വിവരം. സോണിയയും രാഹുലും ഉൾപ്പെടെയുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ നല്ല പുസ്തകത്തിലായിരുന്നില്ല ഏറെക്കാലമായി കുര്യൻ. ന്യൂസ് 18 പത്തനംതിട്ട. പ്രചാരണത്തിനായി രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും. 3 പൊതുയോഗങ്ങളിലാണ് രാഹുൽ പങ്കെടുക്കുന്നത്. തിരുനെല്ലി ക്ഷേത്രത്തിലാണ് കോൺഗ്രസ് അധ്യക്ഷൻ മണ്ഡലത്തിൽ ആദ്യം എത്തുക. ഉച്ചയ്ക്ക് 1:20 തിരുവമ്പാടിയിലെ പൊതുയോഗത്തിന് ശേഷം 2:30 വണ്ടൂരിലെത്തും. തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ സംസാരിക്കുന്നു. തത്സമയം പാറ പോലെ ഉറച്ചു നിന്നുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ നാട്ടിലെ ശബരിമല അയ്യപ്പ വിശ്വാസികളോടൊപ്പം തോളോട് തോൾ ചേർന്നുകൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ സംഘർഷത്തിൽ നിങ്ങളോടൊപ്പം ഉണ്ടാകും രാജ്യം മുഴുവനുള്ള ഭാരതീയ ജനതാ പാർട്ടി എന്ന് സൂചിപ്പിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. मित्रों, हमने हमारे चुनावी घोषणा पत्र में, संकल्प पत्र में सबरीमाला के लिए एक उल्लेख किया है. हमने कहा है कि हम पूरा प्रयास करेंगे सुप्रीम कोर्ट ऑफ इंडिया के सामने सबरीमाला की आस्था, परंपरा और पूजा पद्धति का विषय तत्पर रखा जाए और इसके बाद भी हमारा प्रयास होगा आस्था और विश्वास के विषय को संवैधानिक संरक्षण मिले, इसके लिए भारतीय जनता पार्टी कटिबद्ध है. ഇവിടെ ഭാരതീയ ജനതാ പാർട്ടി അതുകൊണ്ട് തന്നെയാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ, സങ്കല്പ പത്രത്തിൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ശബരിമലയിലെ വിശ്വാസങ്ങൾ, ശബരിമലയിലെ ആചാരങ്ങൾ, ശബരിമലയിലെ പൂജാ വിധികൾ, അത് സമ്പൂർണമായിട്ടും അതിന്റെ സമഗ്രമായിട്ടുള്ള ചിത്രം അത് സുപ്രീം കോടതിയുടെ മുൻപാകെ എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ ശ്രമിക്കും. അതോടൊപ്പം ഈ തരത്തിലുള്ള വിശ്വാസങ്ങൾക്ക്, ആചാരങ്ങൾക്ക് അതിന് ഭരണഘടനാപരമായിട്ടുള്ള സംരക്ഷണം ലഭിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുമെന്ന് ഭാരതീയ ജനതാ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. मित्रों, DYFI की कैडर को गैर संवैधानिक रूप से पुलिस के रूप में भर्ती किया गया और DYFI की ये कैडर मंदिर की पवित्रता को नष्ट करने का काम कर रही है. मैं आज यहां से केरल की जनता को बताने आया कि सबरीमाला के मंदिर की पवित्रता नष्ट करने का जो कार्यक्रम कम्युनिस्ट सरकार ने चलाया है, भारतीय जनता पार्टी उसका पुरजोर विरोध करती है और हम इसके लिए कोई भी संघर्ष करने के लिए तैयार है. സുഹൃത്തുക്കളെ, ശബരിമല പ്രക്ഷോഭകാലത്ത് ഡിവൈഎഫ്ഐക്കാരെ പോലീസിന്റെ വേഷമടിപ്പിച്ചുകൊണ്ട് പോലീസുകാരാക്കിയിട്ട് നിർത്തിക്കൊണ്ട് ശബരിമല സമരത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അങ്ങനെ ഒരു ശ്രമമാണ് CPM സർക്കാർ നടത്തിയിരുന്നത്. ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ, ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയുടെ പാവനത നശിപ്പിക്കാൻ, അവിടുത്തെ പരിശുദ്ധി നശിപ്പിക്കാൻ ഏത് തരത്തിലുള്ള ശ്രമങ്ങൾ നടന്നാലും ആ ശ്രമങ്ങൾക്കെതിരായിട്ട് ഏത് തരത്തിലുള്ള സംഘർഷത്തിനും അതിനെതിരായിട്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടി അതിനെ ശക്തമായിട്ട് എതിർക്കും. ശബരിമലയുടെ പരിശുദ്ധിയും പാവനതയും സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. मित्रों, भारतीय जनता पार्टी की नरेंद्र मोदी सरकार ने 5 साल के शासन में देश के गरीबों के लिए कई काम किए, देश के इंफ्रास्ट्रक्चर को मजबूत करने के लिए कई काम किए, देश का गौरव दुनिया में बढ़ाने के लिए सबसे ज्यादा काम ये 5 साल में मोदी जी के नेतृत्व के अंदर हुआ है. दक्षिण हो, उत्तर हो, पूर्व हो, पश्चिम हो, हर जगह विकास को पहुंचाने का काम किया है. मगर सबसे बड़ा काम नरेंद्र मोदी सरकार ने किया है, देश को सुरक्षित करने का काम ये भारतीय जनता पार्टी की नरेंद्र मोदी सरकार ने किया है. കഴിഞ്ഞ 5 വർഷക്കാലത്തെ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ പാവപ്പെട്ടവരുടെ അവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്.
ഈ നാട്ടിലെ പശ്ചാത്തല വികസനം, ആ പശ്ചാത്തല വികസനത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടും ഈ രാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. തെക്കും വടക്കും രാജ്യത്തിന്റെ ഏത് ഭാഗങ്ങളാണെങ്കിലും ശരി, അവിടെയൊക്കെ വികസനം എത്തിക്കാൻ, രാജ്യത്തിന്റെ നാനാ ദിക്കുകളിൽ വികസനം എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അതിനേക്കാൾ ഏറെ ഏറ്റവും മഹത്തരമായിട്ടുള്ള കാര്യം ഈ രാജ്യം സുരക്ഷിതമായിട്ട് നിലനിർത്താൻ, ഈ രാജ്യത്തിന്റെ സുരക്ഷിതത്വം അത് ഉറപ്പുവരുത്താനുള്ള പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങളാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഏറ്റവും പ്രാധാന്യം നൽകിക്കൊണ്ട് നടപ്പിലാക്കിയത്. അമിത്ഷായുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം പുരോഗമിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാംഘട്ട പരസ്യ പ്രചരണം അവസാനിച്ചു. തുടർച്ചയായ പെരുമാറ്റച്ചട്ട ലംഘനങ്ങളുടെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിരീക്ഷണത്തിലായിരുന്നു കൊട്ടിക്കലാശം. 13 സംസ്ഥാനങ്ങളിലെ 97 മണ്ഡലങ്ങൾ മറ്റന്നാൾ വിധിയെഴുതും. വിദ്വേഷ പ്രസംഗങ്ങളെ തുടർന്ന് നേതാക്കളെ വിലക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടികൾ ശക്തമാക്കിയതിനിടെയാണ് രണ്ടാംഘട്ട പരസ്യപ്രചാരണത്തിന് തിരശ്ശീല വീണത്. 13 സംസ്ഥാനങ്ങളിലെ 97 മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശത്തിന് കർശന നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നു. വിലക്ക് നേരിടുന്ന യോഗി ആദിത്യനാഥ്, മായാവതി, മനേകാ ഗാന്ധി, അസം ഖാൻ എന്നിവർക്ക് പരസ്യപ്രചാരണത്തിന്റെ അവസാന ദിനം നഷ്ടമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഛത്തീസ്ഗഡിലും ഒഡീഷയിലുമാണ് പര്യടനം നടത്തിയത്. അമിത്ഷാ കർണാടകത്തിലെ പ്രചാരണത്തിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധി കേരളത്തിലായതിനാൽ മറ്റു നേതാക്കൾ കോൺഗ്രസിനു വേണ്ടി കൊട്ടിക്കലാശത്തിൽ അണിനിരന്നു. 39 സീറ്റുകളുള്ള തമിഴ്നാട്ടിൽ ഒറ്റഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകും. കർണാടകത്തിൽ 14 മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടക്കും. ഉത്തർപ്രദേശിൽ വോട്ടെടുപ്പ് നടക്കുന്ന 8 മണ്ഡലങ്ങളിൽ 4 സംവരണ മണ്ഡലമാണ്. മഹാരാഷ്ട്രയിലെ 10, അസം, ബീഹാർ, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 5 വീതം മണ്ഡലങ്ങളിലും പരസ്യപ്രചാരണം സമാപിച്ചു. മാവോയിസ്റ്റ് സ്വാധീന മേഖലയായ കാങ്കർ ഉൾപ്പെടെ ഛത്തീസ്ഗഡിലെ 3 മണ്ഡലങ്ങളും ജമ്മുകാശ്മീരിലെ ശ്രീനഗർ, ഉധംപൂർ മണ്ഡലങ്ങളും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. KP അഭിലാഷ്, ന്യൂസ് 18, ഡൽഹി. കർണാടകത്തിലും തമിഴ്നാട്ടിലും ആദായ നികുതി വകുപ്പിന്റെ വ്യാപക റെയ്ഡ്. കർണാടകത്തിൽ കോൺഗ്രസ് JDS നേതാക്കളുടെ വീടുകളിലും ഓഫീസുകളിലുമായിരുന്നു പരിശോധന. പൊതുമരാമത്ത് മന്ത്രി HD രേവണ്ണയുടെ ഹാസനിലെ വീട്ടിലും മന്ത്രിമാരായ പുട്ടരാജു, DC തമന്ന എന്നിവരുടെ വസതിയിലും റെയ്ഡ് നടത്തി. തമിഴ്നാട്ടിൽ DMK നേതാക്കളുടെ വീടുകളിലാണ് പരിശോധന നടത്തിയത്. തമിഴ്നാട്ടിൽ മൊത്തം 135 കോടി രൂപയുടെ കള്ളപ്പണം പിടികൂടിയിട്ടുണ്ട് എന്നാണ് അറിഞ്ഞത്. വിദ്വേഷ പ്രസംഗം നടത്തിയ നേതാക്കൾക്കെതിരായ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ തൃപ്തി അറിയിച്ച സുപ്രീംകോടതി. കമ്മീഷൻ സ്വന്തം അധികാരങ്ങളിലേക്ക് ഉയർന്നതായി തോന്നുന്നുവെന്ന് ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടി. കമ്മീഷൻ ഏർപ്പെടുത്തിയ പ്രചരണ വിലക്കിനെതിരെ മായാവതി നൽകിയ ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന ആവശ്യം കോടതി തള്ളി. മായാവതി, ആദിത്യനാഥ്, മനേകാ ഗാന്ധി, അസം ഖാൻ എന്നിവർക്കുള്ള പ്രചാരണ വിലക്ക് നിലവിൽ വന്നു. ശബരിമല വിഷയം പ്രചരണ ആയുധമാക്കിയെന്നാരോപിച്ച് പ്രധാനമന്ത്രിക്കെതിരെ CPM കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ശബരിമലയെയും അയ്യപ്പനെയും തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കരുതെന്ന കമ്മീഷൻ നിർദ്ദേശം പ്രധാനമന്ത്രി ലംഘിച്ചുവെന്ന് കാട്ടിയാണ് പരാതി. ശബരിമലയിലെ വിശ്വാസം കമ്മ്യൂണിസ്റ്റുകൾ നശിപ്പിച്ചുവെന്നും BJP വിശ്വാസം സംരക്ഷിക്കുന്നുവെന്നും തേനിയിലും ബംഗളൂരിലും പ്രധാനമന്ത്രി പറഞ്ഞിരുന്നു. വിശ്വാസത്തെ സംസ്ഥാന സർക്കാരിനെതിരായ പ്രചാരണ വിഷയം ആക്കുന്നതിലൂടെ ഒരു വിഭാഗം വിശ്വാസികളുടെ മാത്രം വോട്ട് അഭ്യർത്ഥിക്കുകയാണ് പ്രധാനമന്ത്രിയെന്ന് CPM പരാതിയിൽ പറയുന്നു. വയനാടിനെ പാകിസ്ഥാനോടൊപ്പം മരിച്ച അമിത്ഷാക്കെതിരെ മുസ്ലിം ലീഗ് പരാതി നൽകി. വിദ്വേഷ പ്രസംഗത്തിൽ നടപടി ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ലീഗ് പരാതി നൽകിയത്. അമിത്ഷാക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. കമ്മീഷൻ നടപടിയെടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്ന് ലീഗ് നേതാക്കൾ അറിയിച്ചു. മുസ്ലിം പള്ളികളിൽ സ്ത്രീകൾക്ക് ആരാധന നടത്താനുള്ള വിലക്ക് ഭരണഘടനാ വിരുദ്ധമായി പ്രഖ്യാപിക്കണമെന്ന ഹർജിയിൽ സുപ്രീംകോടതി നോട്ടീസ് അയച്ചു. കേന്ദ്ര സർക്കാർ, വഖഫ് ബോർഡ്, വ്യക്തി നിയമ ബോർഡ് തുടങ്ങിയവർക്കാണ് നോട്ടീസ്. ശബരിമല യുവതി പ്രവേശന വിധി നിലവിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഹർജി പരിഗണിക്കുന്നതെന്ന് കോടതി വ്യക്തമാക്കി. പൂനെ സ്വദേശികളായ മുസ്ലിം ദമ്പതികളാണ് ഹർജി നൽകിയത്. അടിയന്തര ശസ്ത്രക്രിയയ്ക്കായി മംഗലാപുരത്ത് നിന്ന് ആംബുലൻസിൽ കൊണ്ടുവന്ന 15 ദിവസം പ്രായമുള്ള കുഞ്ഞിനെ കൊച്ചി അമൃത ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിരുന്നു തീരുമാനമെങ്കിലും ആരോഗ്യമന്ത്രി ഇടപെട്ട കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സാ സൗകര്യം ഒരുക്കുകയായിരുന്നു. വെറും 5.5 മണിക്കൂർ കൊണ്ടാണ് ആംബുലൻസ് 400 കിലോമീറ്റർ സഞ്ചരിച്ച് കൊച്ചിയിലെത്തിയത്. രാവിലെ 10:30യോടെയാണ് 15 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസ് മംഗലാപുരത്തു നിന്നും യാത്ര തിരിച്ചത്. 15 മണിക്കൂറിനുള്ളിൽ 600 കിലോമീറ്റർ പിന്നിട്ട് ശ്രീചിത്ര മെഡിക്കൽ കോളേജിലെത്തുകയായിരുന്നു ലക്ഷ്യം.
ജില്ലകൾ തോറും ആംബുലൻസിന് വഴിയൊരുക്കി പോലീസും സന്നദ്ധ സംഘടനാ പ്രവർത്തകരും. ചൈൽഡ് പ്രൊട്ടക്ഷൻ ടീം ഫേസ്ബുക്കിൽ ആംബുലൻസ് മുന്നേറുന്നത് തത്സമയം നൽകി. ആംബുലൻസ് തൃശൂർ പിന്നിട്ടതോടെ കുഞ്ഞിനെ അമൃത ആശുപത്രിയിലേക്ക് മാറ്റാൻ ആരോഗ്യമന്ത്രിയുടെ നിർദ്ദേശം. വൈകിട്ട് ഗതാഗത തടസ്സം നേരിടാൻ സാധ്യതയുണ്ടായിരുന്നതിനാലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. കുഞ്ഞിന്റെ ചികിത്സാ ചെലവ് ഏറ്റെടുക്കാമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. തുടർന്ന് കുഞ്ഞിനെയും കൊണ്ട് ആംബുലൻസ് 4:30 അമൃത ആശുപത്രിയിലെത്തി. ആശുപത്രി അധികൃതർക്ക് 4 മണിയോടെ തന്നെയാണ് നിർദ്ദേശം ലഭിച്ചതെങ്കിലും ശസ്ത്രക്രിയയ്ക്കുള്ള നടപടികൾ അതിവേഗത്തിലാക്കി. ന്യൂസ് 18 കൊച്ചി. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിനിടെ ക്ഷേത്രത്തിലെ ഉച്ചഭാഷിണി ഓഫ് ചെയ്ത സംഭവത്തിൽ പരാതിയുമായി CPM-ഉം ക്ഷേത്രഭരണസമിതിയും. ഉത്സവം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമിച്ചെന്നാരോപിച്ച് കട്ടാൽ ക്ഷേത്രഭരണസമിതി തെരഞ്ഞെടുപ്പ് കമ്മീഷനും പോലീസിനും പരാതി നൽകി. മുഖ്യമന്ത്രിയുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചതിനു പിന്നിലെ RSS ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് CPM. എന്താണ് അവിടെ ഇങ്ങനെയൊരു പരിപാടി? മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിന് മൈക്ക് ഉപയോഗിക്കാനുള്ള അനുമതിയില്ലായിരുന്നുവെന്നാണ് കാട്ടാൽ ക്ഷേത്ര ഭരണസമിതിയുടെ ആരോപണം. ഉത്സവം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമിച്ചെന്നും ഭരണസമിതി. ശരണം വിളി കേട്ട സമയത്ത് മുഖ്യമന്ത്രി പ്രകോപിതനായി അവിടെ ഇരുന്ന MLA-യോട് സംസാരിച്ചു. MLA-യും കൂട്ടരുമൊക്കെ താഴെ ഇറങ്ങി വന്നതിന് ശേഷം അവരുടെ നേതൃത്വത്തിലാണ് ഈ പോസ്റ്റുകളിൽ കയറി ഇതൊക്കെ വലിച്ചൂരിയിട്ടത്. ഈ ക്ഷേത്രത്തിൽ ഉത്സവ സമയത്ത് സാധാരണ തോറ്റം പാട്ടാണ് കേൾപ്പിക്കുന്നത്. ഇതിനു പകരം ശരണം വിളി കേൾപ്പിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPM ആവശ്യപ്പെട്ടു. ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികളുടെ തീരുമാനം ലംഘിച്ചുകൊണ്ട് ആരാണ് ഈ ശരണമന്ത്രം കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഇടപെട്ടത്? ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊരു അന്വേഷണം നടക്കുമ്പോൾ കാര്യങ്ങൾ വ്യക്തമാകും. CPM-ഉം RSS-ഉമായി പലതവണ സംഘർഷമുണ്ടായിട്ടുള്ള മേഖലയാണിത്. ക്ഷേത്ര ഭരണസമിതി RSS-ന്റെ നിയന്ത്രണത്തിലുള്ളതുമാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.